ഇത് വാടിയില്ലപ്പാ. ഒരു പടുവലങ്ങ കറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പടുവലങ്ങ കറിയാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പരമാവധി സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ചെറുതായിട്ട് വാടി ശനിയാഴ്ച കൊണ്ടുവന്നാണ്. പടുവലങ്ങ കറി എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇത് വളരെ എളുപ്പത്തിലാണ്. സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. അതൊന്ന് വാടിയിട്ട് സത്യം പറഞ്ഞാൽ കൊണ്ടുവരുമ്പോൾ പച്ചക്കുട്ട വരും. നല്ല 2 ദിവസമായി. നിങ്ങൾക്കല്ലേ പച്ചക്കുത്തി കൊണ്ട് പേടി. വാടിയപ്പോൾ സമാധാനമല്ലേ? ഫ്രിഡ്ജിൽ വെക്കണം. അത് കുറച്ച് അന്ത് പോകണം. ഫ്രിഡ്ജ് ഞാൻ വിചാരിച്ചു അച്ഛൻ ഈ ചളിയെന്ന് അടിക്കുള്ളൂ. അത് നല്ല പറഞ്ഞു. ചുരുണ്ടോ ചുരുണ്ടോ ചുരുണ്ടോ. ഒരെണ്ണം മാത്രം നല്ലതോട്ട് 2 മൂത്തു. നല്ല മൂത്ത പടുവലങ്ങ. ഇതൊന്നും ആകാം. 3 വാങ്ങിയാൽ 2 മൂത്തു. ഞാനിത് മൂത്ത് വിചാരിച്ചു. ഇല്ല, അത് മുറിച്ചെടുക്കട്ടെ. ഹലോ, കേട്ടാ. നാളെ കഴുത്തു, കുല കഴുത്തു. നമുക്ക് പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം. കഴുകി തണുത്താണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. രണ്ട് വിസിൽ വരട്ടെ. തേങ്ങ അരച്ചിട്ട് വരാം കേട്ടോ. കുറച്ച് തേങ്ങ, ഒരു ഒറ്റ പിടി തേങ്ങയുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, മൂന്നല്ലി വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളി. നന്നായി അരച്ചിട്ട് വരാം. നമുക്ക് പരിപ്പ് വന്താ നോക്കാം. പരിപ്പ് വന്നു. ചട്ടിയിലേക്ക് മാറ്റിട്ടോ. ചട്ടിയിലേക്ക് മാറ്റാം. നമുക്ക് പടവലങ്ങ ഇട്ട് കൊടുക്കാം. എനിക്കൊരു 4 പച്ചമുളക്, 2 തക്കാളി. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നന്നായി വേകട്ടെ. പടവലങ്ങ വന്നു ഉണ്ടോ? നന്നായി വന്നു കേട്ടോ. നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. തിളക്കട്ടെ. അരപ്പിട്ട് അരപ്പൊഴിച്ചിട്ട് തിളച്ചു. ഞാൻ താളിച്ചെടുക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാവട്ടെ.
എണ്ണ ചൂടായി, കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, രണ്ട് വറ്റൽമുളക്, കറിവേപ്പില. കറിവേപ്പില കണ്ടോടെയാണ്. കറിവേപ്പില ഒരു ഹരമാണ്. ഉള്ളി നന്നായി മൂക്കട്ടെ. കുറച്ച് മുളക് പൊടി ഇട്ടാ. പൊളി കറിയാണ്. പടവലങ്ങ പരിപ്പും കറി അടിപൊളിയാണ്. എന്താ ഭംഗി. എൻ്റെ ഇളക്കി കൂട്ടിയെടുക്കാം. സൂപ്പറല്ലേ. കുറച്ച് കായപ്പയ്ക്ക് ഉണ്ടായിരുന്നു. ഉപ്പേരി വെക്കട്ടെ. കായപ്പയ്ക്ക് ഉപ്പേരി വെക്കട്ടെ. കുറച്ച് കടുക്, രണ്ട് സവാള. നിറയെ സവാള ഉണ്ടെങ്കിൽ കഴിക്കില്ല. കുറച്ച് ചെറിയുള്ളി ഉണ്ടായിരുന്നു, അതിട്ട്. കുറച്ച് ചെറിയുള്ളി ഉണ്ട്, അതിട്ട് കറി. കറിവേപ്പില, കായപ്പയ്ക്ക. ഈ കായപ്പയ്ക്കില്ലേ നല്ല ചുരുട്ടി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും കഴിക്കും ഇവിടെ. കുറച്ച് മുളക് പൊടി, ശകല മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നന്നായി ചുരുട്ടിയെടുത്താൽ സൂപ്പർ ടേസ്റ്റാണ്. അടച്ച് വെച്ച് വേകട്ടെ. നമ്മുടെ കായപ്പയ്ക്ക് ഉപ്പേരി റെഡി ആയിട്ടാ. വെള്ളം ഒഴിച്ചിട്ടില്ല, നല്ല വറ്റിച്ചെടുത്തു. അല്ല, വരട്ടിയെടുത്തു, ചുരുട്ടിയെടുത്തു. അതെ, ഇത് പറയാൻ കിട്ടാണ്ടാണ് കിടന്നത്. കണ്ടോ ഇതിൻ്റെ ടൈപ്പില്ലേ, ഭയങ്കര രസമാണ്. ചോറിലിട്ട് കുഴച്ച് കഴിക്കും. കായപ്പയ്ക്ക് ഉപ്പേരി, ഈ പടവലങ്ങ കറി ഇതേപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. എല്ലാവരും വെക്കുന്നതാണ്. വെച്ചില്ലെങ്കിൽ വെച്ച് നോക്കുക. സൂപ്പർ ടേസ്റ്റ്. ഉണ്ടോ, ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പൊളിയായിട്ടുണ്ട്. അച്ചാർ പുട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ. പുട്ട് വേണ്ട, പുട്ടുണ്ണിക്ക് വേണ്ട അത്ര. റാഗി പുട്ടായതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ എങ്ങനെ കഴിക്കും? അത് ശരി. ചോറ് മതി പറഞ്ഞു, അപ്പോൾ പതുക്കെ ഉണ്ടാക്കി. അങ്ങനെയുണ്ട്. സൂപ്പർ കറി. പൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. എല്ലാവർക്കും ചാച്ചാ.